ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ പ്രജിൻ സീക്കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടെ ദോഹയിൽ തുടങ്ങിയ വെടിനിർത്തൽ ചർച്ചകൾ ഫലം കാണുമെന്ന് ഖത്തർ. വിവിധ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ചർച്ച പുരോഗമിക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശുദ്ധ മാസമായ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ലക്ഷ്യവുമായാണ് ഖത്തർ വീണ്ടും മധ്യസ്ഥ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. എന്നാൽ ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദോഹയിൽ തുടരുന്ന ചർച്ചകൾ ഉടൻ ഫലം കണ്ടേക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ച വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചർച്ചകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പ്രതീക്ഷകൾ പങ്കുവച്ചത്. റഫയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ അത് ചർച്ചയെ ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. രൂക്ഷ ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും വെടിനിർത്തലിനും മുൻഗണന നൽകിയാണ് ദോഹയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഫലത്തെക്കുറിച്ച് ഇപ്പോൾ പ്രവചിക്കാനാവില്ലെന്നും മധ്യസ്ഥ ചർച്ചയിലെ പ്രധാന കക്ഷിയെന്ന നിലയിൽ ഖത്തറിന് ശുഭപ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ട്. അതേസമയം സമയപരിധി വെച്ചിട്ടില്ല. എന്നാൽ റഫയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും യുദ്ധം അവസാനിപ്പിക്കൽ ലക്ഷ്യമാണെങ്കിലും നിലവിലെ ശ്രമങ്ങൾ താൽക്കാലിക വെടിനിർത്തലും മാനുഷിക സഹായം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഖത്തറിൽ ചികിത്സയിലുള്ള ഫലസ്തീനികൾ തുർക്കിയുടെ സഹായത്തോടെ അവരുടെ കുടുംബവുമായി ഒത്തുചേർന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 1500 ഫലസ്തീനികൾക്ക് ചികിത്സ നൽകാനുള്ള ഖത്തർ അമീറിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിക്കേറ്റ ഫലസ്തീനികളെ പല ഘട്ടങ്ങളിലായി ചികിത്സയ്ക്കായി ദോഹയിലെത്തിച്ചത്. അൻവർ പാലേരി, 24 ദോഹ. മക്കയിൽ ഹറം പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന പുണ്യം ചുറ്റുമുള്ള പള്ളികളിലും ലഭിക്കുമെന്ന് മക്ക റോയൽ കമ്മീഷൻ. ഹറം പള്ളിയിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയുന്നത്ര വിശ്വാസികൾ മറ്റു പള്ളികളെ ആശ്രയിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഹറം പള്ളിയുടെ പവിത്രത വിശ്വാസികൾ കാത്തുസൂക്ഷിക്കണമെന്ന് ഹറം കാര്യ വിഭാഗം നിർദ്ദേശിച്ചു. റമദാനിൽ മക്കയിലെ ഹറം പള്ളിയിലേക്കുള്ള വിശ്വാസികളുടെ ഒഴുക്ക് മുൻ വർഷങ്ങളെക്കാൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് മക്ക റോയൽ കമ്മീഷന്റെ വിശദീകരണം. പ്രാർത്ഥനയ്ക്കായി എപ്പോഴും മസ്ജിദുൽ ഹറാം പള്ളിയിലേക്ക് തന്നെ പോകേണ്ടതില്ല. മസ്ജിദുൽ ഹറാമിന് ചുറ്റുമുള്ള ഹറം അതിർത്തിക്കുള്ളിൽ ഏത് പള്ളിയിൽ പ്രാർത്ഥിച്ചാലും മസ്ജിദുൽ ഹറാമിൽ പ്രാർത്ഥിച്ച പുണ്യം ലഭിക്കുമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ഉംറ നിർവഹിക്കുന്ന തീർത്ഥാടകർക്കും മറ്റും സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കാൻ തിരക്ക് കുറയേണ്ടത് ആവശ്യമാണ്. ഇത് പരിഗണിച്ച് വിശ്വാസികൾ, പ്രത്യേകിച്ച് മക്ക നിവാസികൾ മക്കയിലെ മറ്റു പള്ളികളിൽ പ്രാർത്ഥിക്കണമെന്നാണ് നിർദ്ദേശം. മക്ക മുഴുവൻ ഹറമാണ് എന്ന ക്യാമ്പയിൻ കമ്മീഷൻ ആരംഭിച്ചു. മക്കയിലെ പ്രധാന പള്ളികളായ ആയിഷ അൽ റാജി, അൽ ബലദൽ അമീൻ കോംപ്ലക്സ്, അബ്ദുൽ ഖാദർ അൽ നുസൈർ, അൽ മുഹാജിരീൻ, കിങ് അബ്ദുൽ അസീസ്, ഫഹദ് അൽ സുദൈരി, ഷെയ്ഖ് ഇബ്നു ബാസ് തുടങ്ങിയവയിലെല്ലാം വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനുള്ള വിപുലമായ സൗകര്യമുണ്ടെന്നും റോയൽ കമ്മീഷൻ ഓർമ്മിപ്പിച്ചു. ഹറം പള്ളിയുടെ വടക്ക് അൽ തനീം വരെ 5 കിലോമീറ്ററും പടിഞ്ഞാറ് ജിദ്ദ ഭാഗത്തേക്ക് 18 കിലോമീറ്ററും തെക്ക് അറഫ വരെ 20 കിലോമീറ്ററും കിഴക്ക് ജഹ്റാന വരെ 14.5 കിലോമീറ്ററും വ്യാപിച്ചു കിടക്കുന്നതാണ് ഹറം അതിർത്തി. അതേസമയം ഹറം പള്ളിയുടെ പവിത്രത എല്ലാ വിശ്വാസികളും കാത്തു സൂക്ഷിക്കണമെന്നും ആരാധനകളിൽ മുഴുകണമെന്നും ഹറം കാര്യ വിഭാഗം ആവശ്യപ്പെട്ടു. കർമ്മങ്ങൾക്കിടെ ഫോട്ടോ എടുക്കുന്നതിനും മറ്റും സമയം ചെലവഴിക്കരുത്. തിരക്കില്ലാത്ത സമയത്ത് മാത്രമേ ഹജറുൽ അസ്വദ് ചുംബിക്കാവൂ എന്നും നിർദ്ദേശമുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. ജിദ്ദയിൽ പ്രവാസി ബാർബേഴ്സ് കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. 100 കണക്കിന് അംഗങ്ങൾ ഇഫ്താറിൽ പങ്കെടുത്തു. കൂട്ടായ്മയുടെ പ്രസിഡന്റായി മുസ്തഫ കോട്ടയിലിനെയും സെക്രട്ടറിയായി ജുനൈസ് നിലമ്പൂരിനെയും തെരഞ്ഞെടുത്തു. റിയാസ് ചാലിയും ട്രഷററും മുജീബ് മമ്പാട് മുഖ്യ രക്ഷാധികാരിയുമാണ്. 35 അംഗ എക്സിക്യൂട്ടീവിനെയും തെരഞ്ഞെടുത്തു. മുക്കം MAMO കോളേജ് അലുമിനി ഖത്തർ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അബു ഹമൂർ ഉമൽ സനീം പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് അലുമിനി പ്രസിഡന്റ് ഇല്യാസ് കെൻസ, ജനറൽ സെക്രട്ടറി ഇർഷാദ് ചേന്നമംഗലൂർ, ട്രഷറർ മെഹ്ഫിൽ താമരശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. അംഗങ്ങളും കുടുംബങ്ങളും അടക്കം 150ഓളം പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. വയനാട് മുസ്ലിം ഓർഫനേജ് ദമാം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ റമദാൻ പ്രഭാഷണം സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച രാത്രി 10:30 ദമാമിലെ റോസ് ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ റാഷിദ് അലിയുടെ റമദാൻ പ്രഭാഷണം നടക്കും. പരിപാടിക്കായി വൻ സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ അറിയിച്ചു. റമദാൻ കാലത്ത് സൗദിയിലെ ഈന്തപ്പഴങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. സൗദിയിൽ കൃഷി ചെയ്ത മുന്തിയ ഇനം ഈന്തപ്പഴം നാട്ടിലെത്തിച്ചിരിക്കുകയാണ് മലപ്പുറം കണ്ണമംഗലം പഞ്ചായത്തിലെ KMCC പ്രവർത്തകർ. പഞ്ചായത്തിലെ വീടുകളിൽ ഈ കൂട്ടായ്മ വിതരണം ചെയ്തത് 25,000-ഓളം കിലോ ഈന്തപ്പഴമാണ്.
റമദാനിൽ കാരക്ക അഥവാ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നോമ്പുകാലത്ത് ഈത്തപ്പഴത്തിന് നല്ല ഡിമാൻഡാണ്. ഈ റമദാനിൽ വിശ്വാസികളെ നോമ്പ് തുറപ്പിക്കാൻ സൗദിയിൽ നിന്നും കപ്പൽ കയറി വന്ന മുന്തിയ ഇനം ഈത്തപ്പഴമാണിത്. ലോകത്ത് മുന്തിയ ഇനം ഈത്തപ്പഴം കൃഷി ചെയ്യുന്ന സൗദിയിലെ അൽ ഖസീമിലെ കാരക്ക തോട്ടത്തിൽ നിന്നുള്ള ഈത്തപ്പഴം മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്തിലെ വീടുകളിൽ വിതരണം ചെയ്യാനാണ് ഇത് എത്തിച്ചിരിക്കുന്നത്. പഞ്ചായത്തിൽ നിന്നും സൗദിയിലെത്തി പ്രവാസ ജീവിതം നയിക്കുന്ന KMCC പ്രവർത്തകരാണ് കുടുംബങ്ങൾക്കും നാട്ടുകാർക്കുമായി ഈത്തപ്പഴം എത്തിച്ചു നൽകിയത്. കുറച്ചൊന്നുമല്ല, 25,000-ലേറെ കിലോ. ഏകദേശം 25,000-ലധികം കിലോ ഈത്തപ്പഴമാണ് ഈ വർഷം നാട്ടിലെ സാധാരണ പ്രവാസികൾക്കായി അവരുടെ വീടുകളിലേക്ക് നോമ്പ് തുറക്കായി കണ്ണമംഗലം ജിദ്ദ KMCC എത്തിച്ചു നൽകിയിട്ടുള്ളത്. ഈ ഒരു സംരംഭത്തിന് ഈ പ്രസ്ഥാനത്തെ സഹായിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകരായ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ജിദ്ദ KMCCക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭവിഹിതമുണ്ട്. ആ ലാഭവിഹിതം ഈ പഞ്ചായത്തിലെ കണ്ണമംഗലം പഞ്ചായത്തിലെ നിർധരരായ രോഗികൾക്ക് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അതിൽ നിന്ന് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു ചലഞ്ചുമായിട്ട് പഞ്ചായത്ത് KMCC മുന്നോട്ട് വന്നത്. കണ്ണമംഗലം KMCC തുടർച്ചയായ 2ാം വർഷമാണ് ഇങ്ങനെ ഈത്തപ്പഴം നാട്ടിലേക്ക് കയറ്റിവിടുന്നത്. മദീന പ്രവിശ്യയിലെ അൽ ഖസീമിലെ തോട്ടത്തിൽ നിന്നും ശേഖരിച്ച ഈത്തപ്പഴം സംസ്കരിച്ച് 3 കിലോ വീതമുള്ള പെട്ടിയാക്കിയാണ് വീടുകളിൽ എത്തിക്കുന്നത്. സൗദിയിൽ ലഭിക്കുന്ന ഗുണമേന്മയുള്ള ഈത്തപ്പഴം അതേ വിലയിൽ വീട്ടിലെത്തിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സഹായകരമാണ്. കൂടാതെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനുള്ള അവസരം കൂടിയാണ് ഈ സംരംഭം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഖത്തർ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ദോഹയിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അബുഹമൂറിലെ ദർവിഷ് പള്ളി ഈദ്ഗാ ഗ്രൗണ്ടിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. അബ്ദുല്ല ബിൻ സായിദ് പ്രതിനിധികളും ഇസ്ലാമിക് സെന്റർ ഭാരവാഹികളും റമദാൻ സന്ദേശം നൽകി. ഖത്തർ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി ഷമീർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് സുബൈർ വക്ര പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജിദ്ദ നവോദയ മക്ക ഈസ്റ്റ് നവാരിയ യൂണിറ്റ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. PV അൻവർ MLA മുഖ്യ അതിഥിയായിരുന്നു. നവോദയ കേന്ദ്ര കമ്മിറ്റി രക്ഷാധികാരി ഷിബു തിരുവനന്തപുരം, പ്രസിഡന്റ് കിസ്മത്ത് മമ്പാട്, ജനറൽ സെക്രട്ടറി ശ്രീകുമാർ മാവേലിക്കര, ട്രഷറർ CM അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. മക്ക ഏരിയ ഈസ്റ്റ് രക്ഷാധികാരി ഷിഹാവുദ്ദീൻ എണ്ണപ്പാടം, സെക്രട്ടറി ബഷീർ നിലമ്പൂർ, ഫ്രാൻസിസ് ചവറ തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യത്യസ്തമായ നോമ്പുതുറ സംഘടിപ്പിച്ച് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. വിമാനത്താവളത്തിലെ ജീവനക്കാർക്കായി റൺവേയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് നോമ്പുതുറ ഒരുക്കിയത്. ആദ്യമായാണ് റൺവേയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഇടതടവില്ലാതെ വിമാനങ്ങൾ പറന്നിറങ്ങുകയും പറന്നുയരുകയും ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്ന്. അതാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ വിമാനത്താവളത്തിന്റെ റൺവേയാണ് ചരിത്ര നിമിഷത്തിന് സാക്ഷിയായത്. റൺവേയിൽ ഒരു നോമ്പുതുറ. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വ്യത്യസ്ത രാജ്യക്കാരായ ജീവനക്കാർക്കായാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. അസ്തമയ സൂര്യനെയും പറന്നിറങ്ങുകയും കുതിച്ചു പൊങ്ങുകയും ചെയ്യുന്ന വിമാനങ്ങളുടെയും അകമ്പടിയോടെ മനസ്സു നിറഞ്ഞ് ജീവനക്കാർ നോമ്പു തുറന്നു. ഇതാദ്യമായാണ് റമദാനിൽ വിമാനത്താവളത്തിലെ റൺവേയിൽ ഇത്തരത്തിൽ ഒരു ഇഫ്താർ സംഘടിപ്പിക്കുന്നത്. വിഭവസമൃദ്ധമായ നോമ്പുതുറ വിഭവങ്ങളും വിമാനത്താവള അധികൃതർ ഒരുക്കിയിരുന്നു. രാജ്യത്തിന്റെ സംസ്കാരത്തെ ലോകത്തിന്റെ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചതെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം 86.9 ദശലക്ഷം യാത്രക്കാരെ സ്വീകരിച്ച ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഈ വർഷം 88.8 ദശലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായ്. ഖത്തറിലെ ഇന്ത്യൻ എംബസി വെള്ളിയാഴ്ച പ്രത്യേക കോൺസുലാർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ICBF-മായി സഹകരിച്ച് അൽഖോറിലെ കോർബെ റെസിഡൻസിയിലാണ് ക്യാമ്പ് നടക്കുക. രാവിലെ 9 മണി മുതൽ 11 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ പാസ്പോർട്ട് പുതുക്കൽ, അറ്റസ്റ്റേഷൻ തുടങ്ങിയ സേവനങ്ങൾ ഉണ്ടാകും. ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാ പ്രാദേശിക ബാങ്കുകളിലും പുതിയ കുവൈറ്റ് കറൻസി നോട്ടുകൾ വിതരണം ചെയ്തതായി സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ് അറിയിച്ചു. വിവിധ മൂല്യങ്ങളിലുള്ള പുതിയ നോട്ടുകൾ വേണ്ടവർ ബാങ്ക് ശാഖകൾ സന്ദർശിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു.
കുവൈറ്റിൽ നിരവധി പേരുടെ വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തതായി പരാതികൾ ലഭിച്ചെന്ന് ആഭ്യന്തര മന്ത്രാലയം. സൈബർ സുരക്ഷാ വിദഗ്ധനും കുവൈറ്റ് ഇലക്ട്രോണിക് മീഡിയ യൂണിയനിലെ സൈബർ സുരക്ഷാ സമിതി തലവനുമായ മുഹമ്മദ് അൽ റാഷിദിയാണ് ഇക്കാര്യം അറിയിച്ചത്. പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾക്ക് മറുപടി നൽകുന്നതിന് മുൻപ് സൈബർ സെല്ലിനെ വിവരം അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ദമാമിലെ മലപ്പുറം ക്രിക്കറ്റ് കൂട്ടായ്മ സംഘടിപ്പിച്ച മലപ്പുറം പ്രീമിയർ ലീഗിൽ മലപ്പുറം സുൽത്താൻസ് ചാമ്പ്യന്മാരായി. അൽ ഖോബാർ ERCA ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ MCS വണ്ടൂരിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് മലപ്പുറം സുൽത്താൻസ് ചാമ്പ്യന്മാരായത്. മലപ്പുറം ജില്ലക്കാരായ 200ഓളം താരങ്ങൾ അണിനിരന്ന് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളെ ഐക്കൺ ഫ്രാഞ്ചൈസികളാക്കി 10 ടീമുകളായി ദമാമിലെ 2 പ്രമുഖ ഗ്രൗണ്ടുകളിൽ മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ദമാമിലെ മലപ്പുറം ക്രിക്കറ്റ് കൂട്ടായ്മ സമ്മാനിച്ചത് നവ്യാനുഭവം. ദമാം ഗൂഗാം ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയം, EPCA ഗ്രൗണ്ട് എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. ഗൂഗാം സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് സലീം P. കരീം ഉദ്ഘാടനം ചെയ്തു. കൊണ്ടോട്ടിയൻസ് ദമാം ജനറൽ സെക്രട്ടറി അഷ്റഫ് തുറക്കൽ, ഷമീർ VP, റിയാസ് മേലങ്ങാടി എന്നിവർ ആശംസകൾ നേർന്നു. ഒടുവിൽ അൽ ഖോബാർ ERCA ഗ്രൗണ്ടിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ MCS വണ്ടൂരിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് മലപ്പുറം സുൽത്താൻസ് ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയത്. ടൂർണമെന്റിലെ മികച്ച താരം, മികച്ച ബാറ്റർ ഇത് രണ്ടും ജസീം പൊന്നാനിയെ തേടിയെത്തി. മികച്ച ബോളറായി തൻസീറിനെയും ഏറ്റവും കൂടുതൽ ബൗണ്ടറികൾ നേടിയ താരമായി റമീസ് മലപ്പുറത്തെയും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളറായി സഹദ് വേങ്ങരയും തിരഞ്ഞെടുത്തു. റോമ കാസ്റ്റൽ കൊണ്ടോട്ടിയൻസാണ് ഫെയർ പ്ലേ അവാർഡ് നേടിയത്. സമാപന ചടങ്ങിൽ പ്രമുഖർ ചേർന്ന് വിജയികൾക്ക് ട്രോഫികളും സമ്മാനിച്ചു. യൂസഫ് മലപ്പുറം, റുബൈദ്, സലീം തിരൂർ, റംഷാദ്, റാഷിദ്, സാദത്ത് KT, സുഹൈൽ എന്നിവർ ടൂർണമെന്റിനും നേതൃത്വം നൽകി. സഹീർ മജിദാൽ സ്വാഗതവും സാബിത്ത് ചിറക്കൽ നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദൂർ, 24 ദമാം. BJPയിലേക്കെന്ന അഭ്യൂഹം ശക്തമാക്കി ദേവികുളം മുൻ MLA രാജേന്ദ്രൻ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ജാവ്ദേക്കറിന്റെ ഡൽഹിയിലെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും BJPയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി. LDFന്റെ ദേവികുളം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് 2ാം നാളാണ് രാജേന്ദ്രൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറിന്റെ ഡൽഹിയിലെ വസതിയിലെത്തിയുള്ള കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു. CPIM നേതൃത്വവുമായുള്ള ഭിന്നത തുടരുന്നതിനിടെ അംഗത്വം പുതുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് രാജേന്ദ്രൻ ഡൽഹിയിലെത്തിയത്. പ്ലാന്റേഷൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജേന്ദ്രൻ 24നോട് അല്ല, അത് മൈഗ്രേറ്റഡ് ഇഷ്യൂവായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പ്ലാന്റേഷനും മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ ഉടനീളം കിടക്കുന്ന ഒരു പ്രശ്നമാണത്. അത് ഇവിടെ കമ്മീഷനിലുണ്ടായിരുന്നു. ആ കേസ് നടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ സുപ്രീം കോടതിയിൽ കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വക്കീൽ നമുക്ക് കുറച്ച് ലിബറൽ ഉണ്ടാവണം. CPM സംസ്ഥാന നേതൃത്വവുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ നിസ്സഹരണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ജില്ലാ നേതൃത്വവുമായി ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ടെന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കി. ഞങ്ങൾ തമ്മിൽ പാർട്ടിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. പറഞ്ഞു തീർക്കട്ടെ, അന്നേരം പുതുപ്പിക്കും, മാത്രമേ ഉള്ളൂ. പുതുക്കണമെന്നല്ലേ നേതാക്കൾ പറയും. ഞാൻ പുതുക്കുന്നില്ലല്ലോ, പുതുക്കിയിട്ടില്ലല്ലോ. രാജേന്ദ്രനെ BJPയിലെത്തിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഡൽഹിയിലെത്തിയ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ 2 ദിവസത്തിനകം പ്രവേശനം ഉണ്ടാകുമെന്നാണ് BJP നേതൃത്വം നൽകുന്ന സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലെ അതൃപ്തരായ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കം സജീവമാക്കുകയാണ് BJP. ഡൽഹിയിൽ നിന്ന് ജിതേന്ദ്രനോടൊപ്പം നിതിൻ അംബുജൻ, 24. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി അല്പസമയം മുൻപ് രാജേന്ദ്രൻ രംഗത്തെത്തി. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ല, സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്ന് രാജേന്ദ്രൻ ആവർത്തിച്ചു. BJPയിലേക്ക് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. CPIMൽ തന്നെ തുടരുമെന്നും തെരഞ്ഞെടുപ്പിൽ LDFനെ പിന്തുണയ്ക്കുമെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി. അതൊരു സൗഹൃദം മാത്രം. അതായത് പുതിയ ആളെയല്ല കാണുന്നത്. വേറെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഒന്ന് പോയതാണ്. അന്നേരം അവിടെ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ഇതിനൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ BJPയിൽ ചേർന്നെന്നോ അംഗത്വം എടുത്തെന്നോ നിങ്ങളുടെ ഭാഷയിൽ ഇതൊന്നും പുറത്തപ്പെടില്ല. അത് പാർട്ടിക്കുള്ളിൽ പാർട്ടിക്ക് എനിക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടത്. അത് അവസാനിപ്പിച്ചോളൂ. അതൊക്കെ നേതാക്കളുണ്ട്, അതിൻ്റെയൊക്കെ അളവിന് മട്ടത്തിന് അവർ കൈകാര്യം ചെയ്യും.
തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് കൂടി BJPയിലേക്ക്. തിരുവനന്തപുരം നഗരസഭ മുൻ പ്രതിപക്ഷ നേതാവും KPCC എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന മഹേശ്വരൻ നായരാണ് BJPയിൽ ചേർന്നത്. K. കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു. കോൺഗ്രസിൽ കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടില്ലെന്നും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് അകന്നതെന്നും മഹേശ്വരൻ നായർ പറഞ്ഞു. ഉപാധികളില്ലാതെയാണ് BJP പ്രവേശമെന്നും മഹേശ്വരൻ നായർ വ്യക്തമാക്കി. വിദ്വേഷ പരാമർശത്തിൽ ബംഗളൂരു നോർത്തിലെ BJP സ്ഥാനാർത്ഥി ശോഭ കരന്തലജയ്ക്ക് തിരിച്ചടി. ശോഭയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയത്. അതിനിടെ കേരളത്തിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ശോഭയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി നൽകി. കേരളത്തിൽ നിന്നുള്ള ആളുകൾ കർണാടകയിലെത്തി ആസിഡ് ആക്രമണം നടത്തുന്നുവെന്നും തമിഴ്നാട്ടുകാർ കർണാടകയിൽ സ്ഫോടനം നടത്തുന്നുവെന്നുമാണ് ശോഭ കരന്തലജെ ആരോപിച്ചത്. പ്രസ്താവന വിവാദമായതോടെ തമിഴ് ജനതയോട് മാപ്പ് ചോദിക്കുന്നതായി ശോഭ കരന്തലജെ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ രൂക്ഷ വിമർശനത്തോടുകൂടിയായിരുന്നു കുറിപ്പ്. ഈ കുറിപ്പിന് പിന്നാലെയാണ് DMK കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. പരാതി വ്യാപകമായതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടത്. ശോഭയ്ക്കെതിരെ നടപടി സ്വീകരിക്കാനും 48 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. എന്നാൽ കേരളത്തിന് എതിരായ പരാമർശം പിൻവലിക്കാൻ ശോഭ ഇതുവരെ തയ്യാറായിട്ടില്ല. ശോഭ കരന്തലജെ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പ്രസ്താവന തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. ശോഭ കരന്തലജയ്ക്കെതിരെ രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്കെതിരെ നോട്ടീസ് അയക്കേണ്ടതാണ്. കേരള മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഇതുപോലെ ചെയ്യുന്നുണ്ട്. ആളുകളെ പോളറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ജോലി. അതിനിടെ മദ്രാസ് സ്വദേശി ത്യാഗരാജന്റെ പരാതിയിൽ ശോഭ കരന്തലജയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മദ്രാസ് സിറ്റി സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 24 ചെന്നൈ. പത്തനംതിട്ട തേക്കുതോട് വനമേഖലയിൽ കാട്ടാന ആക്രമണത്തിൽ 57-കാരന് ദാരുണാന്ത്യം. തേക്കുതോട് സ്വദേശി ദിലീപാണ് മരിച്ചത്. വനത്തിനുള്ളിലെ പുഴയിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഓമനക്കുട്ടൻ ഓടി രക്ഷപ്പെട്ടു. പുളിഞ്ചാൽ ജനവാസ മേഖലയിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെയാണ് സംഭവം. കേരള അതിർത്തിയിൽ ഗുഡല്ലൂർ ദേവാലയയിൽ കാട്ടാനയാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. നീർമട്ടം സ്വദേശി ഹനീഫയാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം. ദേവഗിരി എസ്റ്റേറ്റിന് സമീപത്തുള്ള കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോഴാണ് ആനയുടെ മുന്നിൽപ്പെട്ടത്. ഏറെ നേരം കഴിഞ്ഞിട്ടും ഹനീഫയെ കാണാതായതോടെ ബന്ധുക്കളും അയൽവാസികളും അന്വേഷിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് മൃതദേഹം പന്തല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. 3 ആഴ്ചയ്ക്കിടെ ഗുഡല്ലൂരും പരിസര പ്രദേശത്തുമായി 4ാമത്തെ ആളാണ് കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. പാലക്കാട് ആനയെ ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ ലോറിയുടെ ക്യാബിന് ഇടയിൽപ്പെട്ട് പാപ്പാന് ദാരുണാന്ത്യം. മഞ്ഞളൂർ സ്വദേശി ദേവനാണ് മരിച്ചത്. ചാത്തപുരം ബാബു എന്ന ആനയെ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തൃശൂർ വെറ്റിലപ്പാറയിൽ ജനവാസ മേഖലയ്ക്ക് അരികെ എത്തി ഏഴാറ്റുമുഖം ഗണപതി. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിലാണ് കാട്ടാന എത്തിയത്. എണ്ണപ്പന മറിച്ചിട്ട ശേഷം തോട്ടത്തിൽ നിലയുറപ്പിച്ച ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി കാട്ടിലേക്ക് തുരത്തി. തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യം. 24 election powered by Asset responsibly yours. in association with Durashine Roof and Wall Sheets. ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. രാജീവ് ചന്ദ്രശേഖറുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് വരുത്തിത്തീർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച EP ജയരാജന് മറുപടിയുമായി VD സതീശൻ. തന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് VD സതീശൻ അവകാശപ്പെട്ടു. കോൺഗ്രസ് ശ്രമിക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് തട്ടാൻ വേണ്ടിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. വൈദേഹം നിരാമയ വിവാദത്തിൽ തിരികൊളുത്തിയ പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചായിരുന്നു EP ജയരാജന്റെ ഇന്നത്തെ പ്രതികരണം. വൈദേഹം നിരാമയ ബന്ധം അവരോട് തന്നെ ചോദിക്കണം. വിവാദത്തിൽ പെടാനാവാത്തതിനാൽ ഭാര്യ PK ഇന്ദിരയ്ക്ക് വൈദേഹത്തിലുള്ള ഓഹരികൾ കൈമാറും. ത്രിപുരയിലെ BJP MPയും രാജീവ് ചന്ദ്രശേഖരനും ഇരിക്കുന്ന ചിത്രത്തിൽ തന്റെ ഭാര്യയുടെ തല വെട്ടിച്ചേർത്തതിന് പിന്നിൽ VD സതീശനാണെന്നും ആരോപണം. എൻ്റെ ഭാര്യയുടെ തല വെട്ടി സ്വപ്ന സുരേഷിൻ്റെ തല സ്ഥാപിച്ച് ഈ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് എൻ്റെ ഭാര്യ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നാലെ EP ജയരാജനെതിരെ നിലപാട് ഘടിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. ബിസിനസ് ബന്ധമുണ്ടെന്ന് ഉറപ്പിക്കുന്ന തെളിവുകൾ തന്റെ പക്കലുണ്ട്.
CPM നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും VD സതീശൻ. വൈദേകം റിസോർട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ട്, കുടുംബത്തിന് ഷെയർ ഉണ്ട്. അവർ തമ്മിലുള്ള ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. എന്റെ കയ്യിലുണ്ട് ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ലേ? കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞില്ലേ ഇത്തരം വ്യവസായങ്ങൾ നടത്തുന്നത്, ഇത്തരം ബിസിനസ് നടത്തുന്നത്? EP ജയരാജനുമായി ബിസിനസ് ഡീലിൽ നിന്ന് ആവർത്തിച്ച രാജീവ് ചന്ദ്രശേഖർ മടിയന്മാരായ രാഷ്ട്രീയക്കാരുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ പോകാൻ താല്പര്യമില്ലെന്നും പ്രതികരിച്ചു. EP ജയരാജൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വൈഫിന്റെ ആരോ ഒരു ബിസിനസ് ഡീലുണ്ടെങ്കിൽ അത് കോൺഗ്രസും അല്ല BJPയും CPMന്റെ എഗ്രിമെന്റ് ആണോ? EP ജയരാജന്റെ ഭാര്യ PK ഇന്ദിരയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ വളപട്ടണം പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം DCC അംഗം ജോസഫ് ഡിക്രൂസിനെതിരെയാണ് കേസ്. വ്യാജരേഖ ചമക്കൽ, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. 50 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. പശ്ചിമബംഗാളിൽ കോൺഗ്രസും CPIയും ധാരണയിലെത്തി. പൊതുതെരഞ്ഞെടുപ്പിനടുത്തിരിക്കെ നേതാക്കളുടെ പാർട്ടി മാറ്റം അപ്പോഴും തുടരുകയാണ്. പശ്ചിമബംഗാൾ, രാജസ്ഥാൻ, കർണാടക സംസ്ഥാനങ്ങളിലെ 50 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിക്കുക. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിൽ മത്സരിക്കുമോ എന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയേക്കും. പശ്ചിമബംഗാളിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും സീറ്റ് ധാരണയിലെത്തി. കോൺഗ്രസിന് 12 സീറ്റ് നൽകി. ഇടതു പാർട്ടികൾ 24 സീറ്റുകളിൽ മത്സരിക്കും. ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടിന് 6 സീറ്റ് നൽകും. പുരുലിയ സീറ്റിൽ കോൺഗ്രസും ഫോർവേഡ് ബ്ലോക്കും തമ്മിൽ തർക്കം തുടരുകയാണ്. ബാസിർഘട്ട് സീറ്റിൽ CPIഎമ്മും CPIയും ധാരണയിലെത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നേതാക്കളുടെ കൂറുമാറ്റം തുടരുകയാണ്. BSP നേതാവായിരുന്ന ഡാനിഷ് അലി കോൺഗ്രസിൽ ചേർന്നു. ഒഡീഷയിൽ കോൺഗ്രസ് വിട്ട MLA അധിരാജ് മോഹൻ ബിജു ജനതാദൾ ചേർന്നേക്കുമെന്നാണ് സൂചന. ജാർഖണ്ഡിൽ MLA ജയപ്രകാശ് ഭായ് പട്ടേൽ കോൺഗ്രസിൽ ചേർന്നത് BJPക്ക് തിരിച്ചടിയായി. സംസ്ഥാനത്ത് ലോക്സഭാ സീറ്റ് വിഭജനത്തിൽ ഇന്ത്യ മുന്നണിയിൽ ധാരണയായി. കോൺഗ്രസ് 7 സീറ്റിലും ജാർഖണ്ഡ് മുക്തിമോർച്ച 5 സീറ്റിലും മത്സരിക്കും. ബീഹാറിൽ പപ്പു യാദവിന്റെ ജൻ അധികാർ പാർട്ടി കോൺഗ്രസിൽ ലയിച്ചു. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 21 സംസ്ഥാനങ്ങളിലെ 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. BJPയുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിച്ചേക്കും. 7 ഘട്ടങ്ങളിലായാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടത്തിലെ 102 മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. പിന്നാലെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങി. പ്രവാചക നിന്ദാ പരാമർശത്തിന് നടപടി നേരിട്ട നൂപുർ ശർമ്മയെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കുമെന്നാണ് സൂചന. വരുൺ ഗാന്ധിക്ക് സിറ്റിംഗ് സീറ്റായ പിലിഭത്തിൽ ഇക്കുറി സീറ്റ് നൽകിയേക്കില്ല. സുൽത്താൻപൂരിൽ മേനകാ ഗാന്ധിക്ക് BJP വീണ്ടും സീറ്റ് നൽകുമെന്നാണ് വിവരം. മേനകാ ഗാന്ധിയുമായുള്ള ഭിന്നത അവസാനിപ്പിച്ചതായി ഉത്തർപ്രദേശ് ഘടകം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് തീരുമാനം. 24 ഡൽഹി. തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന 21 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് DMK. അണ്ണാ DMK 16 സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിട്ടു. DMKയുടെ 21 സ്ഥാനാർത്ഥികളിൽ 11 പേർ പുതുമുഖങ്ങളാണ്. കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്നും, A രാജ നീലഗിരിയിൽ നിന്നും, ദയാനിധിമാരൻ സെൻട്രൽ ചെന്നൈയിൽ നിന്നും, TR ബാലു ശ്രീപെരുമ്പത്തൂരിൽ നിന്നും മത്സരിക്കും. കഴിഞ്ഞ തവണ 20 സീറ്റുകളിലാണ് DMK മത്സരിച്ചത്. 64 പേജുള്ള പ്രകടന പത്രികയും DMK പുറത്തിറക്കി. ഗവർണർമാരുടെ നിയമനം സംസ്ഥാനങ്ങളുടെ അനുമതിയോടെയാക്കുമെന്നതാണ് പ്രധാന പ്രഖ്യാപനം. സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്ര പദവി, CAA, ഏക സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, നീറ്റ് പരീക്ഷ എന്നിവ റദ്ദാക്കും എന്നിവയാണ് മറ്റ് പ്രധാന വാഗ്ദാനങ്ങൾ. അണ്ണാ DMK ആദ്യഘട്ട പട്ടികയിൽ 16 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതിൽ 14 പേരും പുതുമുഖങ്ങളാണ്. വിജയകാന്തിന്റെ DMDK അണ്ണാ DMK മുന്നണിയിലെത്തി. 5 സീറ്റുകളാണ് ഇവർക്ക് നൽകിയത്. SDPI, പുതിയ തമിഴകം കക്ഷി എന്നിവർക്ക് ഓരോ സീറ്റുകളും നൽകിയിട്ടുണ്ട്. 24 ചെന്നൈ. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.